മുതലാളിക്ക് വരുന്ന കൂട്ടത്തിൽ ഈ ടെലഫോൺ എന്തിനാണ് കൊണ്ടുവന്നത്? ഞാൻ വീട്ടിലില്ലല്ലോ, ഇവിടെ നിൽക്കുകയല്ലേ. അപ്പൊ വീട്ടിൽ എനിക്കുള്ള ഫോൺ വന്നാൽ ആര് എങ്ങനെ അറിയും? അതുകൊണ്ടാണ് ഈ ഫോൺ കൊണ്ട് ഞാൻ നടക്കുന്നത്. എവിടെ പോയാലും രാജേട്ടാ ഒന്നിങ് വരൂ. ദേ മുതലാളിയെ കണ്ടോ? സംസാരിക്കാൻ ഫോണും കൊണ്ടാ നടക്കുന്നത്. ഭാഗ്യവനല്ലേ? നിനക്കറിയില്ല, ശംഖുമുഖത്ത് കിടക്കുന്ന മത്സ്യകന്യകയുടെ വാലിൽ ചെന്ന് കിട്ടട്ടെ. ആ മത്സ്യകന്യകയുടെ ചെവിയിൽ ചെന്ന് ഇങ്ങേര് രഹസ്യം പറഞ്ഞ് എന്താണെന്ന് അറിയാമോ? എന്താണ് രാജേട്ടാ? ആരുമില്ലാത്തപ്പോൾ വിളിച്ചാൽ മതി വരാമെന്ന്. അത്രയ്ക്ക് മോശക്കാരനാണ്. എന്താ രണ്ടാള് കൂടെ ഒരു ഒന്നുമില്ല. മുതലാളി വന്നിട്ട് വെള്ളം പോലും തരാൻ പറ്റിയില്ലല്ലോ എന്ന് എന്റെ ഭാര്യ പറയുമായിരുന്നു. കുഴപ്പമില്ല രാജ, ഇപ്പോൾ തന്നെ കോയമ്പത്തൂരിന് ലോഡുമായി നീ പോകണം. അല്ല മുതലാളി, എന്റെ ഭാര്യ ഇവിടെ ഒറ്റയ്ക്ക് ഞാനിവിടെ ഉണ്ടല്ലോ. മുതലാളി ഇപ്പോൾ തന്നെ ലോഡുമായി കോയമ്പത്തൂർക്ക് പോ. മുതലാളി, ഞാനൊരു കാര്യം ചോദിച്ചാൽ മുതലാളിക്ക് നീരസം തോന്നരുത്. എനിക്ക് ഒരു നീരസവും ഇല്ല, ചോദിച്ചോളൂ രാജ. ഞാന് എവിടെയെങ്കിലും പോകുമ്പോള് എന്റെ സാരഥിക്ക് ഒരു ഉമ്മ കൊടുക്കാറുണ്ട്. ഞാനത് കൊടുത്തോട്ടെ മുതലാളി? രാജൻ എന്ത് തോന്നിവാസമാണ് പറയുന്നത്? എന്താണ്? ഒരു അന്യപുരുഷൻ നിൽക്കുമ്പോൾ സ്വന്തം ഭാര്യയ്ക്ക് ഉമ്മ കൊടുക്കാമെന്നോ? രാജൻ ഒരു കാര്യം ചെയ്യൂ, എന്റെ നെറ്റികൾ ഉമ്മ വെക്കൂ. മറ്റ് അന്യപുരുഷന്മാരില്ലാത്തപ്പോൾ ഞാൻ കൊടുത്താൽ പോരെ? അത് കൊള്ളാം.